കുഞ്ഞുപിച്ചൻ ശരിയാണ്, വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പ്രസംഗം ഇവിടെ നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. അന്ന് മുതലേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന്. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള ആളെയോ അല്ലെങ്കിൽ പ്രസിദ്ധിയുള്ള ആളെയോ അല്ലെങ്കിൽ കുപ്രസിദ്ധിയുള്ള ആളെയാണ് വിളിക്കാറുള്ളത്. ഞാനിപ്പോൾ കോട്ടയം ജില്ലയുടെ ലോക് അദാലത്ത് എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ സെക്ഷൻ ഓഫീസറായി കൂടി ചാർജ് വഹിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ മീഡിയേഷൻ സെൻ്ററുകൾ നടത്താറുണ്ട്. കോട്ടയം ജില്ലയുടെ 5 താലൂക്കുകളിലും ഞങ്ങൾ നീതിമേളകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള സെമിനാറുകളും ചർച്ചാ ക്ലാസ്സുകളും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ആ വിഷയത്തിൽ ഏറ്റവും സുപ്രസിദ്ധരായ ആൾക്കാരാണ്. സ്ത്രീയും നിയമവും, സ്ത്രീപീഡനം, ഭവനഭേദനം, ഇവയെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയിടെ ഭവനഭേദനത്തെ പറ്റിയുള്ള ഒരു വലിയ ഭയപ്പാടിലാണ് നമ്മൾ കഴിയുന്നത്. കാരണം തമിഴ്നാട്ടിലെ തിരട്ട് ഗ്രാമം എന്ന് പറയുന്ന ആ കുഗ്രാമത്തിൽ നിന്നും, ആ കള്ളന്മാരുടെ ഗ്രാമത്തിൽ നിന്നും 2 പാണ്ടിലൂർ നിറയെ കള്ളന്മാരെ കാഞ്ഞിരപ്പള്ളിയുടെയും പൊൻകുന്നത്തിന്റെയും ഇടയ്ക്കുള്ള ഭാഗത്ത് ഇറക്കിയതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടി. അവരെ ഈ ജൂൺ ജൂലൈ മാസത്തിൽ കേരളത്തിന്റെ ഭവനങ്ങളിൽ അതിക്രമിച്ച് കയറുവാനും കൊള്ളയടിക്കുവാനും വേണ്ടി വന്നവരാണ്. അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഇന്റർനെറ്റിലൂടെ ഇന്റർപോൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രഹസ്യമായി അറിഞ്ഞൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതേപറ്റിയുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും പോലീസ് ഓഫീസർമാരെ IG വല്ലതും വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓഫീസോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഭവനം കൊള്ളയടിക്കാൻ വേണ്ടി കള്ളന്മാർ ശ്രദ്ധ പുലർത്തുന്നവർ, എന്താണ് ആ കുടുംബത്തെ കൊള്ളയടിക്കാൻ വേണ്ടി അവരെ ആകർഷിക്കുന്ന ഘടകം എന്ന് അറിയണമെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നമുക്കൊരു വലിയ കള്ളനെയോ ഒരു വലിയ ഭവന ഭേദക്കാരനെയോ വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. വിഗ്രഹാമോഷ്ടാവായ സ്റ്റീഫനെയോ അല്ലെങ്കിൽ ആണവമായോ അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ കൊലപാതകത്തിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധ നേടിയ കരിക്കമില്ല ദമ്പതികളുടെ കൊലപാതകത്തിലൂടെ ശ്രദ്ധ, ഇപ്പം വലിയ സുവിശേഷ പ്രസംഗനായ മദ്രാസിലെ മോനെയോ വല്ലതും വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണെന്ന് അവർ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുടുംബയോഗത്തിന്റെ വാർഷികത്തിൽ എനിക്കുള്ള റോൾ എന്താണ്, എനിക്ക് എന്താണ് ഇവിടെ വരാനുള്ള യോഗ്യത എന്നെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. കുപ്രസിദ്ധി കൊണ്ടാണോ സുപ്രസിദ്ധി കൊണ്ടാണോ എന്ന് അച്ഛനതിന് ശേഷം പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിലും ഒരു വലിയ മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചില്ല എങ്കിൽ പോലും തകർന്നു പോകാമായിരുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഒരിക്കൽ ഞാൻ. എന്തുകൊണ്ടാണ് ഞാൻ തകരാതിരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരം പറയാനുണ്ട്. അത് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ അതിന് മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ ഞാൻ എല്ലാ കാര്യവും എൻ്റെ അനുഭവത്തിലൂടെ കണ്ടാലേ പഠിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല. മറ്റുള്ളവരുടെ അനുഭവം അതിനിന്നും ഞാനൊരു പാഠമാക്കാറുണ്ട്. ഒരു നിശബ്ദ നിരീക്ഷകനായി ഞാൻ അകലമാകുന്നതെല്ലാം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കോടതിയിൽ ദീർഘകാലമായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്, ജില്ലാ കോടതിയിൽ. അവിടെ വരുന്ന കേസുകൾ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ, പ്രത്യേകിച്ച് പീഡന കേസുകൾ, ഇത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 198 പീഡന കേസുകൾ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തു കോട്ടയം ജില്ലയിൽ. 18 വയസ്സ് താഴെയുള്ള 198 പെൺകുട്ടികളാണ് പീഡിക്കപ്പെട്ടത്. ഏകദേശം കണക്കാണ്. അതിൽ 80-ലധികവും ക്രിസ്തീയ പെൺകുട്ടികളായിരുന്നു. ഈ പെൺകുട്ടികൾ പീഡിക്കപ്പെട്ടപ്പോൾ നമ്മൾ പുറം ലോകം എന്നറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഈ പെൺകുട്ടി അവരുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഈ കഥ പറഞ്ഞിട്ട് അവർ പറഞ്ഞല്ല പോലീസ് കേസെടുക്കുന്നതും മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നതും. ഈ കഥകളെല്ലാം പുറം ലോകം അറിയുന്നത് അവരുടെ സെക്കുലർ സ്കൂളിലെ അധ്യാപകർ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകരോടാണ് ഈ പെൺകുട്ടികളെല്ലാം അവരുടെ കഥകൾ പറയുന്നത്. അവരുടെ പീഡന കഥകൾ പുറത്തറിയുന്നത് അങ്ങനെയാണ്. 3 പീഡന കേസുകൾ പുറം ലോകത്തെ അറിയിച്ച ഒരു കന്യാസ്ത്രീ 3 തവണയും വിസ്താര മധ്യേ കോട്ടയത്ത് വരുമായിരുന്നു. ഞാൻ 3ാമത്തെ തവണ കണ്ടപ്പോൾ ആ കന്യാസ്ത്രീയോട് രഹസ്യമായിട്ട് ചോദിച്ചു, എങ്ങനെയാണ് സിസ്റ്റർ ഈ പെൺകുട്ടികളെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ വേദന തിരിച്ചറിയുന്നത്? അപ്പോൾ ആ കന്യാസ്ത്രീയോട് പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയും പ്രകൃതപ്രതിയായ അധ്യാപകരാൽ സമ്പന്നമാണ് ഈ സദസ്സ്, എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ ഒരു പീഡന കാര്യം അവരുടെ കുടുംബത്തിന്റെ നൊമ്പരം പറഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ അന്ന് ആ കാലത്ത് ഇങ്ങനെയുള്ള പീഡനം ഒരുപക്ഷെ കുറവായിരിക്കാം. പക്ഷെ ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളോടൊന്നും അല്ല ഇവിടെ അച്ഛന്മാരോടൊന്നും എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? എന്താണ് നമ്മുടെ മക്കളുടെ വിശ്വാസം നേടാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? എവിടെയാണ് നമ്മുടെ മക്കളുടെ വിശ്വാസം, നമ്മളുള്ള വിശ്വാസം
അവർക്ക് നഷ്ടമായത്. എങ്ങനെയാണ് ഈ പീഡനങ്ങൾ നടക്കുന്നത്? എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഒരൊറ്റ കാരണം അതിന് പിന്നിൽ കാണുന്നത് നമ്മുടെ അനുശോചന പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട സാർ പറയുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിന്റെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വിദേശത്തേക്ക് ആൾക്കാർ പോയതുകൊണ്ട് മാത്രമൊന്നുമല്ല, കുടുംബത്തിന്റെ അംഗസംഖ്യ കുറഞ്ഞതുകൊണ്ടാണ്, ജനന നിരക്ക് കുറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത വിഭാഗമായിട്ട് ക്രിസ്തീയ സഭാംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടെല്ലാം നമുക്കറിയാം, ഒരു വീട്, ആ വീട്ടിൽ ഒരടുക്കള, ഒരു കുഞ്ഞു മുറി, അവിടെ 8 9 മക്കൾ. അന്ന് വീട് ചെറുതും കുടുംബം വലുതുമായിരുന്നു. എന്താ, വീട് വലുതായി പക്ഷെ കുടുംബം ചെറുതായി. നമ്മളോട് പറഞ്ഞു നമ്മളൊന്ന് അതുകൊണ്ട് ഒരു കുട്ടി മതി, 2 കുട്ടികൾ മതി. നമ്മുടെ സഭാംഗങ്ങൾ മാത്രം അതങ്ങ് വിശ്വസിച്ചു, അത് നടപ്പിലാക്കാൻ തുടങ്ങി. ഇന്ന് ജനസംഖ്യയിൽ ഏറ്റവും അധികം പിന്നോട്ടടിക്കുന്ന വിഭാഗമായിട്ട് നമ്മുടെ സഭാ സമൂഹം മാറി. ലോകമെമ്പാടുമുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 700 കോടിയാണ്. ഈ 700 കോടിയിൽ ഒരു കാലത്ത് ഏതാണ്ട് 50% അടുത്ത് വന്ന നമ്മുടെ ക്രിസ്തീയ ജനസംഖ്യ ഇന്ന് 33% ഒതുങ്ങി. മുസ്ലിം സമുദായത്തിന്റെ അംഗസംഖ്യ 27% വർദ്ധിച്ചു. ഇന്ന് ഏറ്റവും പുതിയ 2011 കേരളത്തിന്റെ കണക്കും പുറത്തു വന്നിരിക്കുകയാണ്. സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പൊ നമ്മള് ഈ ആസൂത്രണം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കിയപ്പോ നഷ്ടം സംഭവിച്ച നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. എന്റെ വീട്ടിൽ എന്തോ തന്നെയാണ് സംഭവിച്ചത്. എനിക്കും അത് ഒരു കുട്ടിയേ ഉള്ളൂ. അവന്റെ ഒറ്റപ്പെടലും അവന്റെ ഏകാന്തതയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പക്ഷേ സമയം വൈകിപ്പോയി. ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവരുടെ വീട് ഒറ്റപ്പെടുക എന്ന് മാത്രമല്ല, അവരുടെ കുടുംബത്തിൽ തന്നെ അവർ പരിഹസിക്കപ്പെടുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്. ഒരു കുഞ്ഞു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ഇതെല്ലാം റെക്കോർഡാണ്, നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാം വെളിപ്പെടുത്തി പറയാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എങ്കിലും ചില സൂചനകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു 100% സത്യസന്ധത പുലർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കോട്ടയത്ത് BCM കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഞങ്ങൾ പലപ്പോഴും നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയർ സെക്രട്ടറി ആയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോളേജുകളിലും ക്യാമ്പുകളിൽ പങ്കെടുക്കുമായിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രയോ ഉജ്ജ്വലമായിട്ട് പ്രസംഗിക്കുന്ന ഒരു കുട്ടി. അന്ന് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ കുട്ടി. പ്രസംഗത്തിന് അവിടെ വല്ല ഈ ലോകത്ത് ആരുമില്ല എന്ന് തന്നെ ഞാൻ പറയും. അത്ര വിളിക്കുകയായിരുന്നു. അതിസുന്ദരിയുമായിരുന്നു. ആരാധന കൊണ്ട് അടുത്തെല്ലാം പോലും എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ അടുത്തേക്ക്. ഇതെല്ലാം അറിയായിരുന്ന ആ കോളേജിന്റെ അധികാരി ഒരു ദിവസം ഒരു വിശിഷ്ടാതിഥി അവിടെ വന്നപ്പോ, എനിക്ക് നോയൽ മൈത്രൂപ്പ് സാറാണെന്ന് തോന്നി, ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്നൊരു പ്രസംഗം പറയുവാനോട് ആവശ്യപ്പെട്ടു. അന്ന് പ്രസംഗം പറയാമെന്ന് ഏറ്റിരുന്ന കുട്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇവൾക്ക് ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ് പോലും കിട്ടിയില്ല. പക്ഷെ അവള് നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുമെന്ന് അവിടുത്തെ സിസ്റ്ററും അവിടുത്തെ പ്രിൻസിപ്പലും അവിടെ കൂട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ്, ഇവിടെ പ്രതീക്ഷയുടെ ഭാരം കയറിയാണ് ഇവിടെ ഈ സ്റ്റേജിലേക്ക് കടന്നിരുന്നത്. പക്ഷെ അവരെല്ലാവരും പ്രതീക്ഷിച്ച് അവരുടെ പ്രസംഗം നടത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, പകുതിയായപ്പോൾ അവരുടെ പ്രസംഗം അവൾക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. അവിടെ കൂട്ടുകാരെല്ലാം പരിഹസിച്ച് ഉറക്കെ ചിരിച്ചു. അവിടെ പ്രിൻസിപ്പലിന്റെ മുഖം വാടി, ആരോടും മിണ്ടാതായി അവിടെ പുറത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു തേങ്ങി കരഞ്ഞു. അപ്പൊ അവിടെ ക്ലാസ് ടീച്ചറും ഈ പ്രിൻസിപ്പലും വന്ന് ചോദിച്ചു, ആൻസി നിനക്ക് ബുദ്ധിമുട്ടാണ്, പറഞ്ഞാൽ പോരാണെന്ന്, എന്തിനാ ഞങ്ങളുടെ വില കളഞ്ഞത്? അവിടെ ബാഗ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടി. കുറിച്ചി ഭാഗത്താണ് അവരുടെ വീട്. അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. അന്ന് മൊബൈൽ ഫോണുള്ള സമയമില്ല. വീട്ടിൽ ചെന്നപ്പോൾ ആ വലിയ വീട്, 2 നില വീട്, ശൂന്യം, ശുദ്ധശൂന്യം. നമ്മൾ പറഞ്ഞതുപോലെ മൊത്തം ആ വീടിന് 12 മുറികൾ. ഈ 12 മുറി ബെഡ്റൂം, ഈ 11 മുറികളും ഇവരുടെ ബെഡ്റൂമാണ്. ആ കൂടി ഒരേ ഒരു അവകാശി. ഒരു മുറിയിലേക്ക് മാത്രം അവർക്ക് പ്രവേശനമില്ല. മാസ്റ്റർ ബെഡ്റൂമാണ്. അവിടെ അപ്പനും അമ്മയും ഉപയോഗിക്കുന്നു. ഇവിടെ മാറി മാറി 11 മുറികളിലൂടെ നല്ല ദുഃഖം പങ്കുവെക്കാൻ ആനത്തിൽ നടക്കുക. അങ്ങനെ നടന്ന് ഉച്ചക്കത്തെ ആഹാരം കഴിച്ചില്ല, വൈകിട്ടത്തെ ആഹാരം കഴിച്ചില്ല, വന്നോട് ഇട്ടുകൊണ്ട് പോയി ഉടുപ്പ് പോലും മാറാതെ അവളെ കിടന്നുറങ്ങിപ്പോയി. സന്ധ്യയ്ക്ക് എപ്പോഴും ഉണർന്നപ്പോ മുറ്റം നിറയെ കാറുകൾ. അവളുടെ അമ്മയെ കാണാൻ ഗൈനക്കോളജിസ്റ്റാണ് കാണാൻ വന്ന പേഷ്യൻസാണ്. അവളെ വല്ല താഴത്തേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നിലെ വാതിലൂടെ അമ്മയുടെ മുറിയിൽ പ്രവേശിച്ചു. അമ്മ ഇതൊന്നും അറിയുന്നില്ല. രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ്. അമ്മയെ തോണ്ടി വിളിച്ചു, ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞു. ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞു. അമ്മയെ എനിക്കിന്നൊരു പരാജയം സംഭവിച്ചു. അതൊക്കെ സെൻസ് ഇല്ലേ? ഞാനിവിടെ രോഗികളെ പരിശോധിക്കാമെന്ന് അറിയാൻ പാടില്ല.
ഓർക്കുള്ളൂ, അവളെ ഓടിച്ചു വിടുക. അതല്ല അമ്മ, എനിക്ക് നീ കോളേജിൽ പോകാൻ തോന്നുന്നു, എനിക്ക് എന്തോ പോലെ തോന്നുന്നു, എനിക്ക് ആരോട് ഇരുന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അമ്മ കണ്ണുകൂട്ടി കാണിച്ചു. സമയം മെനക്കെടുത്താതെ പോ എന്ന് പറഞ്ഞ് അവളെ ശകാരിച്ച് ഓടിച്ചു. അവൾ വീണ്ടും പിതാവിൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. പക്ഷേ അയാൾ ഏതോ ടൂറിലായിരുന്നു, വേറെ ഏതോ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. അവൾ വീണ്ടും കരഞ്ഞ് കിടന്നുറങ്ങി. രാത്രിയിൽ എപ്പോഴും അവൾ ഉണർന്നു. ആ വലിയ വീട് മുഴുവൻ അന്ധകാരമാണ്. അവൾ ആഹാരം കഴിച്ചില്ല എന്ന് അവളുടെ അമ്മയ്ക്കറിയാം. അവൾ കുളിച്ചിട്ടില്ലെന്നറിയാം, അവൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നറിയാം. പക്ഷെ തിരക്കുകൊണ്ട് അമ്മ അതെല്ലാം മറന്നുപോയി. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒറ്റ കുട്ടിയാണ്. അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അവൾ എഴുന്നേറ്റു, ലൈറ്റ് ഓഫ് ചെയ്തു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. താഴെ അവരുടെ ബെഡ്റൂമിൽ അവൾക്ക് പ്രവേശനമില്ലാത്ത അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും മുറിയിൽ മാത്രം വരണ്ട വിളിച്ചുകൊണ്ട് വെളുത്തായി 11 വായിക്കാണ്. അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് പതിയെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിന് ഭാഗ്യത്തിന് ആ ബെഡ്റൂമിലെ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അകത്ത് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. അവൾ പതിയെ കഥക് തുറന്ന് അകത്ത് ചെന്നപ്പോൾ ഒരടി കിട്ടിയതുപോലെ വീട്ടിൽ ചാടി എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരം പൊതിഞ്ഞ് അപ്പം തിരിഞ്ഞു കിടന്നു. അമ്മ ചാടി എഴുന്നേറ്റ് എന്തിനാണ് വന്നതെന്ന് പോലും ചോദിക്കാതെ അവളുടെ കരുണ താഞ്ഞടിച്ചു. ആ പെൺകുട്ടി ഭയന്നുപോയി. ജീവിതത്തിൽ ആദ്യമായി ഏറ്റിയ അടി. അവൾ ഓർത്തു, വിനിപ്പിക്കറിഞ്ഞുകൊണ്ട് ഓർത്തു, എത്ര സ്നേഹത്തോടെയാണ് തനിക്ക് 10ാം ക്ലാസ് ഉന്നതമായ വിജയം കിട്ടിയപ്പോൾ തന്റെ അമ്മ എന്നെ അനുമോദിച്ചത്. അങ്ങനെ അമ്പലം നിന്ന് അവളെ പിന്നെടുത്ത് പിടിച്ച് പുറത്തോട്ട് തള്ളിയിട്ട് അവളുടെ പുറയിൽ ആ ബെഡ്റൂമിന്റെ കറക് വലിച്ചത് അമ്മ അടച്ചു. അവള് ഭയന്നുപോയി. ആ ഏകാന്തതയിൽ അവള് അറിയാതെ തേങ്ങിപ്പോയി. ഓരോ പ്രസംഗത്തിന്റെ സമ്മാനം കിട്ടുമ്പോഴും അപ്പൻ ഓടി വരുമായിരുന്നു. എന്താണ് സമ്മാനം വേണമെന്ന് ചോദിക്കുമായിരുന്നു. നിനക്ക് സ്പെഷ്യലായിട്ട് എന്ത് വേണമെന്നോടെ എന്ന് ചോദിക്കുമായിരുന്നു. അന്ന് അച്ഛൻ പോലും പപ്പ പോലും തിരിഞ്ഞു കിടക്കുന്നു. എന്തിനാണ് അടിച്ചെന്ന് പോലും ചോദിക്കാതെ കിടക്കുന്നു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? അവളെല്ലാം അവളുടെ മുറിയിലേക്ക് പോയി കഥകടച്ചു. അതിനിപ്പുറത്ത് തന്നെ അവളുടെ അമ്മയുടെ മുറിയിൽ നിന്നും കിട്ടാവുന്ന ടാബ്ലറ്റ്സുകൾ മുഴുവൻ കരസ്ഥമാക്കിയിരുന്നു. അത് ഒരുമിച്ച് കഴിച്ച് പിറ്റേന്ന് അവൾ ധരിച്ചു. ഈ മനം പഠിപ്പിക്കുന്ന ഏകാന്തത, അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ ബെഡ്റൂമിലേക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട മക്കളുടെ കൂട്ടം, ഇതാണ് നമ്മുടെ സമൂഹത്തിന് ശാപം. നമ്മളൊക്കെ വലിയ അഭിമാനത്തോടെ പറയും, എന്റെ മകന്റെ മുറി, എന്റെ മകളുടെ മുറി, അവർക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറുണ്ട്, ഞാൻ അവൾക്ക് പൈസ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ട്, അങ്ങനെ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്ത് കമ്പ്യൂട്ടറും കൊടുത്ത് ഇതാണ് നിന്റെ മുറി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മൾ അവരുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവരാരും തിരിച്ചു വന്നിട്ടില്ല. മക്കളെ, അവരതിലേക്ക് പോയിട്ടേ ഉള്ളൂ. അവരെയൊന്നും നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ടത് കരുതലാണ്, അവർക്ക് വേണ്ടത് സ്നേഹമാണ്, വാത്സല്യമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് കവനന്റാർ, ഉടമ്പടിയെ പറ്റി മാത്രമാണ് പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവം. ആ ഉടമ്പടിയുടെ 10 കൽപ്പന എന്താണ്? ദൈവവും മനുഷ്യവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണമെന്നാണ് ആദ്യത്തെ 3 കൽപ്പന. അതിനുശേഷമുള്ള 7 കൽപ്പനകളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യനും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ കൂട്ടായ്മ, അതാണ് പഴയ നിയമത്തിന്റെ കാതലെങ്കിൽ പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞു കാണിക്കുന്നു. ആദിമ ക്രിസ്തീയ സഭയുടെ ഐക്യവും അവരുടെ സമാധാനത്തിന്റെയും പ്രധാന കാരണം ഈ കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു. ഈ കൂട്ടായ്മയാണ് അവർ 3 കാര്യങ്ങളാണ് ചെയ്തത്. അവർ വചനത്തെ സ്വീകരിക്കുകയും പ്രബോധനങ്ങളെ അനുസരിക്കുകയും കൂട്ടായ്മയെ ആചരിക്കുകയും ചെയ്തു. ആദ്യം ക്രൈസ്തവ സഭയെ പറ്റി അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് കൂട്ടായ്മ, ഇതാണ് ക്രിസ്തീയ കൂട്ടായ്മയുടെ പൊരുളെന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന വചനത്തിനായിരുന്നു. വചനം അവർ സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടിരുന്നു. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സമ്മേളന പ്രിൻസിപ്പൽ കഴിഞ്ഞ് ഞായറാഴ്ച പറഞ്ഞതുപോലെ സൺഡേ സ്കൂളുകളായി മാറിയിരിക്കും നമ്മുടെ സൺഡേ സ്കൂളുകൾ. നാട്ടിൻപുറത്ത് വേറെ കല്യാണങ്ങളും പരിപാടികളൊന്നും ഇല്ലേ മാത്രം ഒത്തുചേരുന്ന മതബോധന ക്ലാസ്സിലായി നമ്മുടെ സൺഡേ സ്കൂളുകൾ മാറിയിരിക്കുന്നു. വചനമെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. ഉന്നതങ്ങളിലുള്ള ദൈവം, അത്യുന്നതങ്ങളിൽ വധിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് വചനത്തിലൂടെ നമ്മുടെ അരിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് ഉയർന്നു ചെല്ലുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതായിരിക്കണം കൂട്ടായ്മ. നമ്മുടെ കുടുംബയോഗങ്ങളൊക്കെ നടക്കാറുണ്ട്, കൂട്ടായ്മ നടക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് കൂട്ടായ്മയാണോ അതോ കൂടായ്മയാണോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകും. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്, നമ്മൾ വെബ് ക്യാമറയുണ്ട്, വിദൂരതയുള്ള ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യരുമായി സംസാരിക്കാൻ വളരെ എളുപ്പമാണ്, അവിടെ മുഖം നോക്കി നമുക്ക് സംസാരിക്കാം. ഇന്ന് ചൊവ്വായെ പറ്റിയും ചന്ദ്രനെ പറ്റിയുള്ള വ്യക്തമായ ധാരണകൾ നമുക്കുണ്ട്. പണ്ടത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അതൊന്നും ഇല്ലായിരുന്നു.
അന്ന് വിദൂരതയിലെന്ന പലതും ഇന്ന് നമ്മുടെ സമീപത്തായിരിക്കുന്നു. പക്ഷേ അന്ന് സമീപത്തുണ്ടായിരുന്ന പലതും എന്ത് വിദൂരതയിലേക്ക് അകന്നുപോയി. ഈ സ്നേഹവും ഈ കരുതലും ഈ പരിഗണനയും അതെല്ലാം ഇന്ന് നമുക്ക് അന്യം വന്ന് നിന്നുപോയിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഏതെങ്കിലും ക്രിസ്തീയ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒന്നും സിറ്റ് ഔട്ടില്ല, ഒരു തിണ്ണയാണ്. ആ തിണ്ണയിൽ ഒരു ചാരുകസേര കാണും. ആ ചാരുകസേരയിൽ അപ്പച്ചൻ കാണും. ആ അപ്പച്ചന്റെ കാഴ്ചയോട്ടിൽ അമ്മച്ചി മുറുക്കാൻ ചെലവുമായി ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏത് ക്രിസ്തീയ ഭവനത്തിൽ ഇങ്ങനെ കാഴ്ച കാണാൻ സാധിക്കും? ഇന്ന് വല്യപ്പനെയും വല്യമ്മച്ചിയെയും നിലവറയ്ക്കപ്പുറത്തുള്ള കുഞ്ഞുമുറിയിലേക്ക് മാറ്റി വെച്ചിരിക്കുക. കയറി വരുന്ന ഗസ്റ്റിന് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവരെല്ലാം മുറുക്കി തുപ്പിയിട്ടിരിക്കും. പക്ഷെ ഇന്നത്തെ മക്കള് പണ്ട് നിലവറയെ സൂക്ഷിച്ചിരുന്ന ചില സാധനം പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പറ, ഉരുളി, വലിയ ചങ്ങടി, ഇതൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ട് സിറ്റ് ഔട്ട് വെച്ചിരിക്കുകയാണ്. പണ്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന സാധനങ്ങൾ ഇന്ന് നിലവറയ്ക്കകത്തും, പണ്ട് നിലവറയ്ക്കകത്തിരുന്ന സാധനങ്ങൾ ഇന്ന് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗതികേട്. നമ്മുടെ ഈ നാടിന്റെ ഗതികേടിനെ പറ്റി കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ച ഒരു സുഭാഷിതം ഉണ്ടായിരുന്നു. 5:50 സുഭാഷിതം നിങ്ങൾ ദയവായ റേഡിയോട് ശ്രമിക്കണമില്ല. ദിവസവും ഏറ്റവും സമ്പന്നമാണ്, ആശയ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ് നമ്മുടെ ഈ സുഭാഷിതങ്ങൾ. ആ സുഭാഷിതത്തിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയെ വളരെ വ്യക്തമായ രീതിയിൽ ആ പ്രഭാഷണം നടത്തിയ നമ്പൂതിരി വരച്ചു കാട്ടി. പലപ്പോഴും എനിക്ക് മനസ്സിലാകാതെ പോയ 1-2 ഉപമകൾ അദ്ദേഹം പറഞ്ഞു. ഞാനെല്ലാം ഓർത്തിരിക്കുന്നില്ല, പറയാനുള്ള സമയമില്ലെങ്കിലും പറയട്ടെ. നമ്മുടെ ഭവനങ്ങൾ ഇന്ന് 4-5 വണ്ടികൾക്ക് ഒരേപോലെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചുകളാൽ സമ്പന്നമാണ്. ആ കാർ പോർച്ചുകളെല്ലാം കാണാത്ത മറ്റ് ഇവർക്ക് കിട്ടിയ മതിലുകളുണ്ട്. പക്ഷേ ഈ മതിലിനപ്പുറത്ത് താമസിക്കുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ല. അപ്പുറത്ത് താമസിക്കുന്ന സഹോദരന്മാരോട് നമ്മൾ മിണ്ടാറില്ല. വിദൂരതയിലുള്ളവരുമായി ബന്ധപ്പെടുവാനും അവരോട് സംസാരിക്കുവാൻ നമുക്ക് താല്പര്യം. ഈ മിക്ക ഭവനങ്ങളിലും ഒന്നൊരപ്പനല്ല, അമ്മ ഒറ്റയ്ക്കാണ്. മക്കളെല്ലാം വിദേശത്താണ്, അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾ ബോർഡിങ്ങിലാണ്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും അധികം വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നത് ക്രിസ്തീയ മാതാപിതാക്കളാണ്. ക്രിസ്തീയ മാതാപിതാക്കളാണ് നമ്മുടെ വൃദ്ധസദനങ്ങളിലെ 80% അന്തേവാസികൾ. എന്താണ് ഇതിന്റെ കാരണം? എന്റെ കാരണം മക്കളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഈ ഭൂമിയിലെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ബോർഡിങ്ങുകളിൽ അന്തി ഉറങ്ങുന്ന കുട്ടികളുടെ 80% ക്രിസ്ത്യാനികൾ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കുട്ടികളെ ബോർഡിങ്ങിലേക്ക് കുടിയൊഴിപ്പിച്ചപ്പോൾ അവർ നഗരം വീട്ടുക, വലുതാകുമ്പോൾ അവർ നമ്മുടെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. ഇത് നാം തന്നെ വിതച്ചത് നമ്മൾ തന്നെ കൊയ്യുന്ന ഒരു അനുഭവമാണ്. ആ പെൺകുട്ടിയുടെ ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവർ. വിജയിച്ച മക്കൾക്കല്ല അനുമോദനവും നമ്മുടെ സാന്നിധ്യം ആവശ്യം. ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ സാമീപ്യം ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് വിജയിയായ അവസരങ്ങളിലല്ല, പരാജയപ്പെട്ട മക്കൾക്കാണ് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സ്വാതന്ത്ര്യവും ആവശ്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഒത്തിരി വിശദമായി പറയാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. എന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ജീർണാവസ്ഥയെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു നല്ല കുടുംബമുണ്ട്. നസ്രത്തിലെ തച്ചന്റെ കുടുംബം. അതിന് നമ്മൾ തിരുക്കുടുംബം എന്നാണ് വിളിക്കുന്നത്. തിരുക്കുടുംബം എന്തായിരുന്നു തിരുക്കുടുംബത്തിന്റെ ആ മാതാപിതാക്കളുടെയും കുട്ടിയുടെയും പ്രത്യേകത? തിരുക്കുടുംബത്തിന്റെ രക്ഷാകർത്താവിനെ നമ്മൾ വിളിക്കുന്നത് നീതിമാനായ ജോസഫ് എന്നാണ്. അതെ, ജോസഫ് നീതിമാനായിരുന്നു. ആ തിരുക്കുടുംബത്തിൽ നായികയായ മറിയം പരിശുദ്ധിയായിരുന്നു മറിയം. അവിടെ ഉണ്ടായ കുട്ടി, അവനെ നമ്മൾ വിളിക്കുന്ന വിധേയനായ യേശു എന്നാണ്. ഇപ്പൊ കാര്യം വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ആ കുടുംബത്തിന്റെ കുട്ടി വിധേയനായിരുന്നുവെങ്കിൽ, വിധേയത്വമുള്ളവനായിരുന്നു, സൗമ്യനായിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ കുടുംബത്തിന്റെ ഗ്രഹനായകൻ നീതിമാനായിരുന്നു, അവിടുത്തെ അമ്മ പരിശുദ്ധിയായിരുന്നു. നമ്മുടെ ഏതെങ്കിലും കുട്ടികൾക്ക് വിധേയത്വം നഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ മാനസികമായ പിരിമുറുക്കത്തിലാണെങ്കിൽ ഇതിന്റെ അർത്ഥം ഒന്നുകിൽ ആ കുടുംബത്തിന്റെ ഗ്രഹനായകന് നീതിബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെ ആ കുടുംബത്തിന്റെ അമ്മ പരിശുദ്ധിയല്ല. അത് മാത്രമാണ് കാരണം. അല്ല കുട്ടികൾക്ക് മാത്രമായ ഒരു ചികിത്സ ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യമില്ല. പലപ്പോഴും അപ്പനും അമ്മയും ഒറ്റയ്ക്കായി കുട്ടികളെ കൊണ്ട് കൗൺസിലിംഗ് സെന്ററിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയും എന്റെ കുട്ടിക്ക് ഭയങ്കര വിഷയമാണ്, അവന് പഠന വൈകല്യമുണ്ട്, അവന്റെ വ്യക്തിത്വം വികസിച്ചിട്ട് അവനെ ചികിത്സിക്കും, അവനെ മരുന്ന് കൊടുക്കും. അപ്പൊ ആ വിവരമുള്ള കൗൺസിൽ പറയും എനിക്ക് എല്ലാവരെയും ചികിത്സിക്കണം, എല്ലാവരും ഒരുമിച്ച് വരണം പോയി. കാരണം റേഡിയോയിലൂടെ ഒച്ച പുറത്തോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ നിന്ന് കാറ്റ് പുറത്തോട്ട് വരുന്നില്ല, കാറ്റിനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധശൂന്യമാണ്.
എന്ന് പറയുന്നതാണ് കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം ചികിത്സിക്കുക എന്ന് പറയുന്നത്. ചികിത്സ ആവശ്യം ആ സിസ്റ്റത്തിന് മൊത്തമാണ്. കുടുംബനാഥന്മാർക്കും കുടുംബനാഥങ്ങൾക്കും എല്ലാം ഇത് ബാധകമാണ്. എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ആ പിതാവിന്റെ ചെറുപ്പകാലത്ത് കേരളത്തിൽ ഒരേ ഒരു ഭ്രാന്താശുപത്രിയുള്ളൂ, ഊളമ്പാറ. എന്റെ ചെറുപ്പമായപ്പോൾ ഞാൻ കേട്ടു ഊളമ്പാറയിൽ മാത്രമല്ല മാനസിക ചികിത്സയുള്ളത്, മന്ദിര ആശുപത്രിയിലും മാനസിക ചികിത്സയുണ്ട്. എന്റെ കുട്ടിയുടെ ചെറുപ്പകാലമായപ്പോ ഇപ്പോഴോ നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലും സൈക്യാട്രിസ്റ്റ് വിഭാഗം പ്രവർത്തിക്കുന്നു. സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരുടെ മാത്രമല്ല സേവനം, സൈക്കോളജിസ്റ്റുകളുടെയും സേവനമെന്ന് നമുക്ക് സുലഭമാണ്. അതുകൂടാതെ ഓരോ കോളേജുകളിലും വ്യക്തിത്വ വികസന ക്ലാസുകൾ നടക്കുന്നു, കൗൺസിലേഴ്സിനെ നിയമിച്ചിരിക്കുന്നു. എന്താണ് കാരണം? നമ്മൾ മുമ്പേ പറഞ്ഞ ഈ സ്ട്രെസ്, ഒറ്റപ്പെട്ടു പോയ നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും പങ്കുവെക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഗതികേടിന്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. ജോസഫ് നീതിമാനായിരുന്നു. ജോസഫ് നീതിമാനായതുകൊണ്ട് ജോസഫ് ഒരു കാര്യം ചെയ്തു. ജോസഫ് ജീവിതത്തിലുള്ളതെല്ലാം നിശബ്ദനായി, നിശബ്ദത പാലിച്ചു. പഴയ നിയമത്തിൽ 6000 സജീവ കഥാപാത്രങ്ങളുണ്ട്, 6000-ലധികം കഥാപാത്രങ്ങളുണ്ട്. അതിൽ സജീവ കഥാപാത്രം എന്ന് പറയുന്നത് 6000. പുതിയ നിയമത്തിൽ 550-ലധികം സജീവ കഥാപാത്രങ്ങളുള്ളതായിട്ടാണ് കണക്ക്. ഇത്രയും കഥാപാത്രങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉണ്ടെങ്കിലും ഒരു വാക്ക് പോലും ഉരിയാടാതെ രംഗവേദി വിട്ടൊഴിഞ്ഞ ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ, അതാണ് ജോസഫ്. ജോസഫ് നിശബ്ദനായിരുന്നു. കാരണം അദ്ദേഹം നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിബോധം കൊണ്ടാണ് മറിയത്തെ ഉപേക്ഷിക്കാതിരുന്നത്, മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഏൽപ്പിക്കാതിരുന്നത്. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പ്രതിസന്ധിയിലൂടെ ജോസഫ് കടന്നു പോവുകയാണ്. എത്രയോ പ്രാർത്ഥനയോടെയായിരിക്കും ജോസഫ് തന്റെ വൈഭാഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. തന്റെ പ്രതിഷ്ഠിത വധു കന്യകയാണെന്ന് മാത്രമല്ല, അവൾ ആരാന്റെ ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് നോക്കാൻ താല്പര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ഹോം നേഴ്സിനെ കൊണ്ടാണ് നോക്കിക്കുന്നത്. വല്ലവന്റെയും കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും അതിനെ പോലും പോറ്റുവാൻ ജോസഫ് കാണിച്ച ആ ഒരു നീതിബോധം, അത് ജോസഫിന് കിട്ടിയത് ജോസഫിന് 4 തവണയായി ലഭിച്ച സ്വപ്ന ദർശനമാണ്. 4 തവണ ജോസഫിന് ദർശനം കിട്ടുന്നത് നമുക്കറിയാം. ഈ 4 തവണയും മാലാഖയുടെ അരുളപ്പാട് അല്ലെങ്കിൽ ദർശനം, ദൈവത്തിന്റെ ദർശനം ഉറക്കത്തിൽ ജോസഫിന് കിട്ടുവാൻ കാരണം പകൽ സമയത്ത് അവൻ ദൈവവുമായി കൂടിയാലോചന നടത്തി എന്നുള്ളതിലൂടെ മാത്രമാണ്. നമുക്ക് 4 രീതിയിലുള്ള കൂടിയാലോചന നടത്താം. നമുക്കൊന്നിൽ നമ്മോട് തന്നെ ആലോചിക്കാം, നമുക്കിവിടെ മറ്റുള്ളവരോട് ആലോചിക്കാം, നമുക്കിവിടെ ദൈവത്തോട് ആലോചിക്കാം, അല്ലെ പിശാചിനോട് ആലോചിക്കാം. പിശാചി നമുക്ക് ഉത്തരം തരും. പിശാചി ഒരുപാട് പേർക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്ത ഡോക്ടർ ഫോസ്റ്റസിന്റെ കഥ ഞാൻ പറയുന്നില്ല. വിശ്വപ്രസിദ്ധമായ ആ ജർമ്മൻ സ്കോളറുടെ ഗതികേടിന്റെ കഥ, ക്രിസ്റ്റഫർ മാർലോവിന്റെ ഏറ്റവും പ്രശസ്തമായ ആ ചരിത്ര നോവൽ ഡോക്ടർ ഫോസ്റ്റസ് നിങ്ങൾ വായിക്കുക. എനിക്ക് സമയമില്ലാത്ത ഞാൻ കടന്നു പോവുകയാണ്. ജോസഫ് നീതിമാനായിരുന്നു, അതുകൊണ്ട് നിശബ്ദത പാലിച്ചു. പക്ഷേ ഈ ഗതികേടിലും ഈ നിശബ്ദതയിലും ജോസഫ് തീർച്ചയായിട്ടും രാത്രിയിൽ ഒരുപക്ഷെ നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. എന്റെ ദൈവമേ, നീ എന്തിനാണ് എന്നെ കൈവിടിഞ്ഞത്? നീ എന്താണ് എന്നെ തള്ളിക്കളഞ്ഞെന്നെ ഉപേക്ഷിച്ചത്? ഞാൻ എന്ത് പാപം ചെയ്തു? നീ എന്താണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീതിമാനായ ജോസഫേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചതല്ല. നീ വിചാരിക്കുന്നത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. സർവ്വസർവങ്ങളുടെയും സർവ്വജലാജങ്ങളുടെയും സൃഷ്ടികർത്താവും സംവിധായകനുമായ ദൈവം ഇന്നു മുതൽ നിന്നോട് കൂടെ. നീ നിന്റെ പുത്രനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. പ്രിയപ്പെട്ട, എന്താണ് നീതി? എന്താണ് ദൈവത്തിന്റെ നീതി? നമ്മുടെ നീതിയും ദൈവത്തിന്റെ നീതിയും തമ്മിൽ എന്താണ് പലപ്പോഴും പൊരുത്തപ്പെടാതെ പോകുന്നതായി നമുക്ക് തോന്നുന്നത്? ഒരമ്മച്ചി കണ്ണീരോടെ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് നീതി? 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ KPB എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പരസ്യ കമ്പനിയുടെ കോപ്പിറൈറ്ററായിരുന്നു. അയ്യപ്പാസിന് വേണ്ടിയും അങ്ങനെ ഒരുപാട് വസ്ത്രശാലകൾക്ക് വേണ്ടിയും സ്വർണ്ണക്കടകൾക്ക് വേണ്ടിയും ടൈറ്റൽ വാച്ചുകൾക്ക് വേണ്ടിയൊക്കെയുള്ള പരസ്യങ്ങൾ എഴുതി റേഡിയോയിലൂടെയും TV-യിലൂടെയൊക്കെ ഒക്കെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. റാഗിറ്റോൺ എന്ന് പറയുന്ന ഒരു ബേബി ഫുഡിന്റെ കമ്പനി, അവർക്ക് ഒരു മോഡൽ സെഷൻ, ഒരു മോഡൽ വേണം. ഒരുപാട് കുട്ടികളോട് അവരുടെ മാതാപിതാക്കളുടെ വില്ലിങ്സ് ചോദിച്ചു, ആരും തയ്യാറായില്ല. അവസാനം എൻ്റെ ചേട്ടന്റെ കുട്ടിയാണ് ആ റാഗിറ്റോണിന്റെ മോഡലിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നും നമുക്കറിയാം, ബേബി ഫുഡ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ബേബി ഫുഡാണ് റാഗിറ്റോൺ. റാഗിറ്റോണിന്റെ ടിന്നിന്റെ മുകളിലുള്ള ആ കുഞ്ഞിന്റെ പടം എൻ്റെ ജ്യേഷ്ഠന്റെ മോനാണ്. ഞങ്ങൾ അവരെയും കൊണ്ട്
ഫോട്ടോ സെഷന് വേണ്ടി ചെന്നപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ ലോകപ്രശസ്തനായ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫർ രാജൻ പോൾ വേറെ ഷൂട്ടിങ്ങിന് വേണ്ടി ചോദിക്കാൻ വന്നിട്ടില്ല. ഒരുപാട് സമയമുണ്ട്, ഞാൻ അടുത്ത പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ആ കൺവെൻഷൻ പന്തലിൽ പ്രസംഗിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാലോം ടിവിയുടെ ഡയറക്ടറായ പ്രൊഫസർ ബെന്നി പുന്നത്രയായിരുന്നു. ബെന്നി പുന്നത്ര അന്ന് അവിടെ പറഞ്ഞ വിഷയം ദൈവത്തിൻ്റെ നീതിയെ പറ്റിയായിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്ക് പ്രസംഗം കഴിയാറായിരുന്നു. അങ്ങനെ നീതിമാനായ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ പറ്റിയും ആ നീതിബോധത്തിന്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അതെന്തെങ്കിലും ചോദിക്കാനുണ്ട്. സാധാരണ നല്ല പ്രസംഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, സംശയമുണ്ടോ, ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. എന്നെക്കുള്ള ആൾക്കാർ മാത്രമേ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെയുള്ള ചോദ്യം പേടിച്ച് ഓടിപ്പോകാറുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. 12,000 ഫാനുകൾ കറങ്ങുന്ന ഒച്ച മാത്രം. പെട്ടെന്ന് ഏറ്റവും പുറകിൽ നിന്നും തൂവണ്ണ സാരി ധരിച്ച 2 വോളണ്ടിയേഴ്സ് ഒരു അമ്മച്ചിയെ നടുക്ക് പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഞാൻ കണ്ടു. ആ അമ്മച്ചി വേച്ച് മൈക്കിന്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് അമ്മച്ചി തൻ്റെ കഥനകഥ പറയുക. പ്രിയപ്പെട്ട ബ്രദറെ, എൻ്റെ വീട് മണിമലയായിരുന്നു. മണിമല പള്ളിക്കടുത്തുള്ള കത്തോലിക്ക പള്ളിക്കടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. ഇതൊന്നും ഒന്നും കൃത്യമായ കാര്യമാണ്. ഞാൻ കഥാപാത്രങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേര് മാറ്റി പറയുന്നു. എൻ്റെ അപ്പൻ പള്ളിയുടെ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങളുടെ കത്തോലിക്കനായിട്ട് പള്ളിയിൽ പോകുന്ന ദിവസമെല്ലാം ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ 14 വർഷക്കാലം ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോവുകയും സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 14 വയസ്സ് മുതൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ അപ്പനും അമ്മയും എനിക്കൊരു വിവാഹം ആലോചിക്കും, ദൈവഭയമുള്ളൊരു കുട്ടിയെ ഒരു പുരുഷനെ എനിക്ക് തരണേ, എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. അങ്ങനെ എനിക്ക് കോർണമംഗലം പള്ളിയിലെ വികാരിയച്ഛൻ ഞങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞു. അവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അധികം അന്വേഷിക്കാനൊന്നും പോയില്ല. ഞങ്ങളുടെ വിവാഹം കോർണമംഗലം പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ ഒരുപാട് കാത്തിരുന്നിട്ടും 5-6 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലികളോടാണ് ഭാഗ്യമുണ്ടായില്ല. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം മന്ദിരം എന്ന് പറയുന്ന ആശുപത്രിയിൽ ചികിത്സയുണ്ട്. അവിടുത്തെ ശോശാമ്മ എന്ന് പറയുന്ന ഡോക്ടർ പ്രശസ്തയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെയും ചികിത്സ എടുത്തു. അങ്ങനെ ഏതായാലും ബ്രദറെ ഞാൻ ഗർഭിണിയായി. പക്ഷെ ഞാൻ ഗർഭിണിയായത് മുതൽ വീണ്ടും വിഷയങ്ങളായി. കാലിന് നീരായി, ശരീരം മുഴുവൻ നീരായി, BP കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. 8 മാസമായപ്പോൾ എന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. മന്ദിര ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റി. ഞാൻ ഇവിടെ അഡ്മിറ്റായി. 8 മാസം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, BP കണ്ടമാനം കൂടുന്നു. തന്നെയുമല്ല, ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആ പൊക്കിൾ കൂടി അവൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടോ എന്ന് സംശയം. പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങൾ ഭയന്നു പോയി. ഓപ്പറേഷൻ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞങ്ങൾ. പക്ഷേ ഡോക്ടർ നിർബന്ധിക്കുന്നു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന മാത്രമേ എൻ്റെ ബ്രദറെ എനിക്ക് പറഞ്ഞു. അച്ഛനും ബ്രദറും ഉണ്ടാവുന്ന രണ്ടും വിളിക്കുന്നു. എൻ്റെ എനിക്ക് പിന്നെ ബോധം വീഴുന്നത് 3-ാം ദിവസമാണ്. 3-ാം ദിവസം ബോധം വീഴുമ്പോൾ ആ അരണ്ട വെളിച്ചമുള്ള ഒബ്സർവേഷൻ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. 3 സിസ്റ്റേഴ്സ് എന്നെ പരിചരിക്കാൻ വേണ്ടി അവിടെ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ കണ്ടുവന്ന് എൻ്റെ ചുറ്റും നോക്കി. എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ സൈഡിലും തപ്പി നോക്കി. ഒരു കൈയിൽ കുത്തിവെച്ച സൂചിയിലൂടെ ഗ്ലൂക്കോസ് കയറ്റുന്നു, മറ്റേ കൈയിലൂടെ രക്തം കയറ്റുന്നു. ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായി, രക്തം നഷ്ടപ്പെട്ടു. എന്നെ 2 കൈയിലും കുത്തിവെച്ച് കിടത്തിയിരിക്കുകയാണ്. എങ്കിൽ ഞാൻ തപ്പി നോക്കി, എൻ്റെ കുഞ്ഞെവിടെ ഞാൻ ഉറക്കെ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ വന്ന് 2 സിസ്റ്റേഴ്സ് ഓടി വന്നു. അവൾ പറഞ്ഞു, ഉറങ്ങിക്കോ, കുഞ്ഞിനെ കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭർത്താവ് എവിടെ? എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. എവിടെ കുഞ്ഞ്? അവരൊന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞ് മരിച്ചു പോയോ? അവരെല്ലാം തലയാട്ടി. അല്ല. പിന്നെ എന്താ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കാണിക്കാത്തത്? കാണിക്കാം. എപ്പോൾ? മറുപടിയില്ല. ഞങ്ങളുടെ ഒച്ച വെച്ചു. ഒച്ചകേട്ടൻ്റെ ഭർത്താവ് കയറി വന്നുകൊണ്ടേ ഭർത്താവ്, നീ എന്തിനാ കുഞ്ഞിനെ കാണുമെന്ന് പണം വെക്കുന്നത്? നീ ഇപ്പം കുഞ്ഞിനെ കാണണ്ട. എന്താ കണ്ട? എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണ്ടേ? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? നിങ്ങളുടെ കുഞ്ഞിനെ എന്ത് ചെയ്തു പറയും? ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, കുഞ്ഞ് മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല. പക്ഷേ എന്താണ് പക്ഷേ? ഞാൻ ആ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ കൊടുത്താലോ എന്ന് ആലോചിച്ചു. മെഡിക്കൽ കോളേജിൽ കൊടുക്കാനോ? എന്ത് ചികിത്സിക്കാനാണോ? അല്ല, പിള്ളേർക്ക് പഠിക്കാൻ. നമ്മുടെ കുഞ്ഞിനെ, ജീവനുള്ള കുഞ്ഞിനെയാണ്. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണ്ടാൻ നിർബന്ധിച്ചു. അവസാനം എൻ്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ സിസ്റ്റേഴ്സ് 2 പേര് പോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ വാതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. തൂവെള്ള വസ്ത്രം ധരിച്ച സിസ്റ്റേഴ്സ് കൈകളിൽ തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നു.
ഞാൻ അങ്ങനെ ആകാംക്ഷാഭരിതയായിട്ട് കാത്തിരിക്കുക. ഞാൻ എൻ്റെ തല നോക്കി ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രതി, ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എൻ്റെ കല്ലിലേക്ക് ഇരുട്ട് ഓടിക്കയറുന്നു തോന്നി. കാരണം അവൻ്റെ ചുണ്ടിൻ്റെ സ്ഥാനത്ത് 2 മാംസകഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. അവന് ചെവിയില്ല. അവൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് 2 കിഴുത്ത മാത്രം. വലിയ തല, കുഞ്ഞു കൈയും കുഞ്ഞു കാലും. ഞാൻ ചാടി എഴുന്നേറ്റു. ആ ട്രിപ്പിട്ടിരുന്ന സൂചിയും ആ കുപ്പിയും അതേപടി ഞാൻ നിലത്തേക്ക് അടിച്ചു. ഞാൻ പ്രാന്തമായ കളി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ചുവരാണെന്ന് അറിഞ്ഞില്ല, വാതിലാണെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ചുവലിടിച്ച് തലയിടിച്ചു. ഞാൻ വീണു. വീണ്ടും എനിക്ക് ബോധം പോയി. എന്റെ ബോധം വീഴുമ്പോൾ 2 ദിവസം പിന്നെയും കഴിഞ്ഞിരുന്നു. അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ മുറിയിൽ അടുത്തിരിപ്പുണ്ട്. ഞാൻ ഭർത്താവോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞ്, നീ അത് മറക്ക്, നീ നിന്റെ കുഞ്ഞിന്റെ കാര്യം മറക്ക്, നീ അത് പറയരുത്, നമുക്ക് പോകാം. ഞാൻ കോതമംഗലത്തേക്ക് നിന്റെ വീട്ടിലേക്ക് മണിവിലേക്ക് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു, അപ്പോൾ നമുക്ക് സന്തോഷത്തെ തിരിച്ചു പോകാം, ആരും നിന്റെ കുഞ്ഞിനെ അന്വേഷിക്കത്തില്ല. അത് പറ്റില്ല. ദൈവം തന്ന ദാനമാണ്. ദൈവം തന്ന കുഞ്ഞാണ്, എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്, എനിക്ക് അതിനെ വളർത്തണം. ഞാനിതിനെ വളർത്തും. എന്റെ നീ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊള്ളാം. അത് ദൈവത്തിന്റെ ദാനമാണ്. അതിനെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ തമ്മിൽ വഴക്ക് പിടിച്ചു. അവസാനം എന്റെ മാതാപിതാക്കൾ ഇടപെട്ടു. എന്റെ മാതാവ് എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മണിവലുള്ള വീട്ടിലേക്ക് പോയി. എന്റെ ഭർത്താവ് അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയതാ. പിന്നെ ആ വിഷയത്തിലേക്ക് യാതൊരു വിവരവുമില്ല. ഞാൻ ആ കുഞ്ഞിനെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ വളർത്തി. പക്ഷേ ബ്രദറെ, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കുഞ്ഞിന് ബുദ്ധിവളർച്ചയില്ല, അതൊരു മന്ദബുദ്ധിയാണ്. പിന്നെ ഒരു കുട്ടി കഴിയുകയാണ്. ഇത്ര വലിയൊരു കുരിശെടുത്ത് എന്റെ തോളെ തൂക്കാൻ ദൈവമേ ഞാൻ തെറ്റാ ചെയ്തത്. ഈ മുതുവാളിനെടുത്തിന്റെ തോളെ കെട്ടി വെക്കാൻ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തു? അവർ അലമുറയിട്ട് കറിയാൻ ഈ മുതുവാളിനെടുത്തിന്റെ തോളെ കെട്ടി വെക്കാൻ ഞാൻ എന്ത് കുറ്റം ചെയ്തു? ഒരു വിതമ്പി കറിയുന്നു. എന്താ പ്രധാന മറുപടിയൊന്നുമില്ലേ? നിങ്ങൾ 1.5 മണിക്കൂർ പ്രസംഗിക്കുകയാണോ ദൈവത്തിന്റെ നീതിയെ പറ്റി? ഇതാണോ ദൈവത്തിന്റെ നീതി? ഇതാണോ ദൈവത്തിന്റെ നീതി? ഞാൻ വല്ലതോടും ചോദിച്ചു, ഇതാണോ ദൈവത്തിന്റെ നീതി? ആർക്കും ഉത്തരവില്ല. ബ്രദറിന് ഉത്തരവില്ലല്ലേ? ആർക്കും ഉത്തരവില്ല. ദൈവത്തിന് ഉത്തരവില്ല എന്ന് ബ്രദർക്ക് കൊണ്ട് ആ അമ്മച്ചി പുറകോട്ട് പോയി. അവിടെ സ്ഥാനത്ത് പോയിരുന്നു. ഞാൻ നോക്കി. അമ്മച്ചിയുടെ നടപ്പും അമ്മച്ചിയുടെ കരച്ചിലും എല്ലാം കണ്ട് തലയാട്ടി ചിരിച്ചുകൊണ്ട് ആ കുട്ടി അവിടെ ഇരിപ്പുണ്ട് തൊട്ടടുത്ത്. 28 വയസ്സുള്ള തല മാത്രം വളർന്ന കുറുകിയ കൈയും കുറുകിയ കാലും ചുണ്ടിന്റെ സ്ഥാനത്ത് മാംസകഷ്ണമുള്ള ആ കുട്ടി. ഞാൻ നോക്കി, എന്തിയാ ബ്രദർ എന്താണെന്ന് മിണ്ടാതിരിക്കുന്നത്? ഈ ഫാനിന്റെ കറക്കമല്ലാതെ ഒന്നും കേൾക്കാനില്ലോ. എന്താണ് ഇത്ര നിശബ്ദ? ബ്രദർ എന്താണെന്ന് മിണ്ടാത്തത്? ദൈവമേ, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ആ തറ പിളർന്ന് ഞാനങ്ങ് താഴോട്ട് പോയതിനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്താണ് മറുപടി കൊടുക്കുക? ഒരമ്മച്ചിയുടെ ഹൃദയഭേദകമായ ചോദ്യം, ഇതാണോ ദൈവത്തിന്റെ നീതി? ഞാൻ നോക്കിയപ്പോൾ ബ്രദർ ഇങ്ങനെ കണ്ണടച്ച് കണ്ണുകൾ പൂട്ടി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലിൽ ധ്യാനിക്കുകയില്ല. സ്വസ്ഥമായിരുന്ന അമ്മച്ചിയെ നോക്കിയിട്ട് ബ്രദർ പറഞ്ഞു, അമ്മച്ചി, ഇപ്പൊ അമ്മച്ചി വിളിച്ച ഒരു വാക്കില്ലേ, പാഴ്, ഇനി മേലിൽ അമ്മച്ചി ആ വാക്ക് ഉച്ചരിക്കരുത്. എന്താ എന്ന ഭാവത്തിൽ അമ്മച്ചി ബ്രദറിനെ നോക്കി. അപ്പോൾ ബ്രദർ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, അമ്മച്ചി, ആരാണ് പാടില്ലാത്തത് നമുക്കറിയാൻ പറയാൻ പറ്റുമോ? അമ്മച്ചിക്ക് അറിയില്ലേ, ഒരുപാട് പാൽകറികൾ നമ്മുടെ നാട്ടില് റബ്ബറുണ്ട്, കിണിഞ്ഞിലുണ്ട്, ആരാന്തലുണ്ട്. ഇതൊന്നും പാഴാണെന്നും പറഞ്ഞ് വെറുതെ കളയുന്നില്ലല്ലോ. അതെല്ലാം വെട്ടിക്കൊണ്ട് പോകാൻ ആളില്ലേ? നിനക്ക് നല്ല വില കിട്ടുന്നില്ലേ? തീപ്പെട്ടി കമ്പനിക്കാർ കൊണ്ടുപോകുന്നില്ലേ? അതൊക്കെ പാഴാണെന്ന് പറഞ്ഞ് വെറുതെ കളയുന്നുണ്ടോ? പക്ഷെ അമ്മച്ചി പാലിലും പാലായ ഒരു മുതുപാലുണ്ട്. അതിന്റെ പേര് ആലെന്നാണ്, ആൽമരം. അമ്പലത്തിന്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ പറന്ന് പന്തലിച്ച് വയ്ക്കും. യാതൊരു പ്രയോജനമില്ല. അതിന്റെ ഉരുപ്പടി ഒന്നിനും ഉണ്ടാക്കാൻ കൊള്ളില്ല. അതിന്റെ വിറക് കത്തിക്കാൻ കൊള്ളില്ല. തീപ്പെട്ടി കമ്പനിക്കാർക്ക് പോലും വേണ്ടാത്ത സാധനം. അത് മുതുപാലം നമ്മൾ വിളിക്കാറില്ല. കാരണം എന്താണ്? അതിന്റെ കാരണം പറയുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നയാഗ്ര ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഒരു സെക്കൻഡിൽ 2500 ഗ്യാലൻ വെള്ളമാണ് ആ നദിയിലേക്ക് നയാഗ്ര വെള്ളച്ചാട്ടത്തോടെ വീഴുന്നത്. ഈ 2500 ഗ്യാലൻ വെള്ളത്തിന് തുല്യമായ ഓക്സിജനാണ് പൂർണ്ണവളർച്ചയെത്തിയ ആൽമരം ഒരു സെക്കൻഡിൽ ഈ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. ഇത്രമാത്രം ഓക്സിജൻ ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാ ചെടികളും കൂടി ഉത്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഓരോ സെക്കൻഡിലും പുറപ്പെടുവിക്കുന്ന ആൽമരം പാഴാണ്. അല്ലെങ്കിൽ തന്നെ പാഴെന്ന് വിളിക്കാൻ നമുക്കെന്താ കഴിയും? ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടിയല്ലേ വന്നിരിക്കുന്നത്. അമ്മച്ചി, നമ്മൾ ചിലപ്പോൾ ചില നോട്ട് കിട്ടുമ്പോൾ സന്തോഷിക്കും. കാരണം നല്ല പുതുപുത്തൻ പടപടാകുന്ന നോട്ടാണ്. പുതുപടമാറാത്ത പുതുമണത്തിന്റെ ഗന്ധം ഇനിയും അവശേഷിക്കുന്ന ആ നോട്ടുകൾ. ഞാൻ ശമ്പളം കൊടുത്തിട്ടുണ്ട് ജഡ്ജിമാർക്കും ഓഫീസർമാർക്കും ഒക്കെ. അപ്പൊ ഇങ്ങനെ പുത്തൻ നോട്ടുകളുടെ ഒരു ഘട്ടങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. 1.5 ശമ്പളം കിട്ടിയ സന്തോഷത്തിൽ ചിരിക്കും. പഴയ നോട്ടാണെങ്കിൽ മുഷിച്ചതാണെങ്കിൽ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണത്തില്ല. നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പുതുമണം മാറാത്ത ഈ പടപട തിളങ്ങുന്ന നോട്ടിനും നമ്മൾ പലപ്പോഴും അറിയാത്ത ആലോചിക്കാത്ത കാര്യമാണ്. ചുക്ക് ചിമിഞ്ഞ 100 രൂപ നോട്ടിനും ഈ പുതുപുത്തൻ നോട്ടിനും ഒരേ മൂല്യമാണുള്ളത്.
ഈ നോട്ടിനെ മൂല്യവത്താക്കുന്നത് അതിന്റെ പുറകിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ കയ്യൊപ്പാണ്. ആ റിസർവ് ബാങ്ക് ഗവർണറുടെ കയ്യൊപ്പാണ് ആ നോട്ടിനെ മൂല്യവത്താക്കുന്നത്. ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടിയാണ് ഇവിടെ കടന്നു വരുന്നത്. ആത്മാവിൽ പതിഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പ്. ഈ കയ്യൊപ്പ് പതിഞ്ഞ എല്ലാ മനുഷ്യർക്കും ദൈവത്തിന് മുമ്പിൽ ഒരേ മൂല്യമാണ് അമ്മച്ചിയുള്ളത്, ഒരേ മൂല്യമാണുള്ളത്. അത് അമ്മച്ചി മറന്നു പോകരുത്. അമ്മച്ചിക്ക് അറിയാമല്ലോ, ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും ഭാരമേറിയ ദൗത്യം ഏൽപ്പിക്കുന്നത് ഏറ്റവും വിശ്വസ്തരെ. ഏറ്റവും ഭാരിച്ച ജോലി, അനസമായ ജോലി ചെയ്യുന്ന ആരെയും നമ്മൾ ഏൽപ്പിക്കാറില്ല. ഏറ്റവും വിശ്വസ്തരെയാണ് ആ പണി ഏൽപ്പിക്കുന്നത്. ആ വിശ്വസ്തയോടെ ആ ഭാരിച്ച പണി ചെയ്തു തീർക്കുന്ന ആൾക്ക് നമ്മൾ കനത്ത പാരിതോഷികങ്ങളും കൊടുക്കാറുണ്ട്. അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ മൻ മന്ദബുദ്ധിയാണ്. അമ്മച്ചി അറിയാമോ, മന്ദബുദ്ധി കുഞ്ഞുങ്ങൾക്ക് സ്വയം തെറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരാണ്. സ്വയം തെറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർ വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരെ അംഗീകരിക്കുന്ന വ്യക്തികൾ അംഗീകരിക്കപ്പെടും. വിശുദ്ധന്മാരെ സ്വീകരിക്കുന്ന ഭവനങ്ങൾ ആശീർവദിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അമ്മച്ചി ഈ ഭാരമേറിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചത് ഒരു പക്ഷേ അമ്മച്ചിയുടെ പ്രാർത്ഥനാനിർഭരമായ ജീവിതവും അമ്മച്ചിയുടെ ത്യാഗവും ദൈവത്തിന് അറിവുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു മന്ദബുദ്ധി കുഞ്ഞിനെ മെനഞ്ഞപ്പോ ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ ദൃഷ്ടികൾ പായിച്ചിട്ടുണ്ടാവും. അമ്മച്ചിയുടെ ആ ത്യാഗവും അമ്മച്ചിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള മനസ്സിലും തിരിച്ചറിഞ്ഞ ദൈവം അമ്മച്ചിയുടെ കരങ്ങളിലേക്ക് കുഞ്ഞിനെ വെച്ചു തരികയായിരുന്നു. ഈ ഭാരിച്ച ദൗത്യവുമാണ്. ഇത്ര ഭാരിച്ച ഉത്തരവാദിത്വം ഇത്ര ഭൂമിയായി നിർവഹിച്ച അമ്മച്ചിയെ കാത്ത് സ്വർഗത്തിൽ ഒരു വലിയ സമ്മാനവും കാത്തിരിക്കുന്നു. യഹോവയുടെ മാറ്റമില്ലാത്ത വചനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അമ്മച്ചിയെ കാത്തൊരു വലിയ പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അമ്മച്ചിയുടെ മുഖം സൂര്യനെ കണ്ട താമര പോലെ വിരിഞ്ഞു. അമ്മച്ചിയുടെ കണ്ണിലേക്ക് ഒരു പ്രകാശം അലയടിച്ചു. ആ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പള്ളിയുടെ പടി ഇറങ്ങിപ്പോകുന്ന ആ അമ്മച്ചിയെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നീതി, എന്താണ് ദൈവത്തിന്റെ നീതി? ഒരു വലിയ വർഗീയ ലഹളയുടെ സമയം. അവിടുത്തെ ഹിന്ദുക്കളും മുസൽമാനും തമ്മിൽ പരസ്പരം കൊല്ലുന്നു. പക്ഷെ അവിടുത്തെ ക്രിസ്ത്യാനികൾ താരതമ്യേന ഭാഗ്യവന്മാരായിരുന്നു. കാരണം അവര് അവിടെ മൈനോറിറ്റിയാണ്. അന്നത്തെ ഭാഗത്തിൽ വർഗീയ ലഹള നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഓർത്തഡോക്സ് അച്ഛൻ തന്റെ വീടിന്റെ മുന്നിൽ നിന്ന് തുറന്നിട്ട ഗേറ്റിലൂടെ വലിച്ചെറിഞ്ഞ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ തുറന്നിട്ട ആ ഗേറ്റിലൂടെ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ ഭയന്ന് ഓടി വന്നു. അയാളുടെ കാര്യങ്ങൾ ഊപ്പിപ്പിടിച്ച് എന്തിനാ പറയുന്നത് അച്ഛനൊന്നും മനസ്സിലായില്ല. എന്താണ് അയാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പോയപ്പോ വഴിയുള്ളിൽ ആരവം കിട്ടും. ഊരിപ്പിടിച്ച വടിവാളുകളുമായി ആയിരക്കണക്കിന് ആൾക്കാർ ഓടി വന്നു. ഇവനെ ഓടിച്ചുകൊണ്ട് വന്നതാണ്. ഈ വൃദ്ധബ്രാഹ്മണനെ കൊല്ലുവാൻ വേണ്ടി വർഗീയ പൊലി കൊണ്ട കുറെ കാവാലികൾ ഓടിച്ചുകൊണ്ട് വരികയാണ്. അയാൾ അഭയം തേടി വന്നത് ഈ അച്ഛന്റെ വീട്ടിലേക്കാണ്. സംഭവത്തിനോട് കാത്തു നിൽക്കാതെ ഈ അച്ഛന്റെ വീടിന് തൊട്ടടുത്തുള്ള കച്ചി തുറുവിന്റെ കീഴിലേക്ക് ഇയാള് മുകളിൽ കയറി. അവിടെ അപ്രത്യക്ഷമായി. കലാപകാരികളെ ഗേറ്റിന്റെ വാതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആളിനെ കിട്ടിയില്ല. അവർക്ക് ഭ്രാന്തമായ ദേഷ്യമുണ്ടായി. അവസാനം തലമൂത്ത ഒരു വ്യക്തി, ഒരു മുസ്ലിയാര് ഈ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ലാൽസലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ദീനബോധമുള്ള ഒരു മനുഷ്യനല്ലേ, അച്ഛൻ സത്യസന്ധത മാത്രം ജീവിതത്തിൽ വൃത്തിയോടുന്നതാണല്ലേ, അച്ഛൻ നീതിമാനല്ലേ, അച്ഛൻ നീതിബോധം ഞങ്ങൾക്കെല്ലാം അറിയാം. അച്ഛാ, ഈ ഒരു ഗേറ്റ് മാത്രമേ തുറന്നു കിടപ്പുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആ കളവൻ, ആ റാം പറഞ്ഞവൻ എവിടെ? അച്ഛനൊന്നും വേണ്ടിയില്ല. അച്ഛനെ പറഞ്ഞു കൊടുക്കാൻ വെക്കും അവിടെയാണെന്ന്. അവനെന്തിനാ അവനെ കൊല്ലാൻ വേണ്ടി അവിടേക്കെന്ന് അറിയാം. അച്ഛനൊന്നും വേണ്ടിയില്ല. അവൻ വീണ്ടും മുസ്ലിംകാർ പറഞ്ഞു, അച്ഛൻ നീതിബോധമുള്ള ആളല്ലേ, അച്ഛനെ കള്ളം പറയാൻ പറ്റൂ, അച്ഛൻ പള്ളി പ്രസംഗിക്കുന്ന ആളല്ലേ, അച്ഛനൊരിക്കലും കള്ളം പറയുന്നില്ല എന്ന് എനിക്ക് അച്ഛന് സന്തോഷമായി. കാരണം അക്രൈസ്തവർക്ക് പോലും തന്റെ നീതിബോധത്തെയും തന്റെ സത്യസന്ധതയും മതിപ്പാണല്ലോ. അച്ഛനുള്ളാലെ ഒന്ന് അഭിമാനിച്ചു കൊള്ളാം, നാട്ടുകാർക്കിടയിൽ നല്ല മതിപ്പുള്ളവരാണ്. ആ സന്തോഷത്തിന്റെ അതിരേഖത്തിൽ ആ മനുഷ്യൻ ഒളിച്ചിരിക്കുന്ന കച്ചിത്രുവിന്റെ ഭാഗത്തേക്ക് അച്ഛൻ കണ്ണുകൊണ്ടൊരു സൂചന കൊടുത്തു. കാര്യം പിടികിട്ടി അവര് ആ കച്ചിത്രുവിന്റെ കീഴിൽ അപ്പോഴും കൂപ്പിപ്പിടിച്ച കരങ്ങോടെ ഇരുന്ന ആ മനുഷ്യനെ വലിച്ചടിച്ച് പുറത്തു കൊണ്ടുപോയി വെട്ടിക്കൊന്നു. കാലം ഒരുപാട് കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ അച്ഛന് പ്രായമായി. അച്ഛൻ മരിച്ചു. അച്ഛൻ വളരെ അഭിമാനത്തോടെ കൈയൊക്കെ അകത്തി പിടിച്ച് സ്വർഗ കവാടം ലക്ഷ്യമാക്കി നടക്കുക. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്ഭുതം, സ്വർഗ കവാടം അടഞ്ഞു കിടക്കുന്നു. അച്ഛൻ വിചാരിച്ചു, ഞാനൊരു വലിയ ഓർത്തഡോക്സ് പള്ളിയുടെ അച്ഛനായിരുന്നല്ലോ, ഞാനെന്ന് മാത്രം പള്ളികൾ പുതുക്കപ്പെടുകയും കുരിശു പള്ളികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഈ സ്വർഗ കവാടം ഇങ്ങനെ തുറന്നിടാത്തത്?
അച്ഛന് ദേഷ്യമായി. അച്ഛൻ സ്വർഗ്ഗകവാടത്തിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി. എന്താണ് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആരും വരാത്തത്? മുട്ടി വിളിച്ച് അവസാനം അച്ഛൻ കാലുമടക്കി സ്വർഗ്ഗകവാടത്തിൽ തൊഴിക്കാൻ തുടങ്ങി. അപ്പോൾ നാരായണ ശബ്ദമുണ്ടാക്കുന്നു ചോദിച്ചുകൊണ്ട് മാലാഖ പുറത്തിറങ്ങി വന്നു. ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞു, നിങ്ങളെന്താണ് ഇങ്ങനെ കിടന്ന് ഈ അലമ്പുണ്ടാക്കുന്നത്? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്, ഞാൻ ഭൂമിയിൽ നിന്നും വരുന്ന, ഇപ്പം മരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്, ഫ്രഷാണ്. നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗ്ഗകവാടത്തിന് മുമ്പിൽ ആരെയും നിർത്താഞ്ഞത്? നിങ്ങളെന്താണ് എന്നെ ഏയോജിതം സൽക്കരിക്കാഞ്ഞത്, സ്വീകരിക്കാഞ്ഞത്? എന്താ ഇങ്ങനെ സ്വർഗ്ഗകവാടം ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ മര്യാദ? അപ്പം മാലാഖ പറഞ്ഞു, സ്വർഗ്ഗകവാടം പ്രത്യേകിച്ച് ആരും ഒന്ന് തുറക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇവിടെ. ഇപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ആരെങ്കിലും വന്നാൽ സ്വർഗ്ഗകവാടം തന്നെ അങ്ങ് തുറക്കും, അവർക്ക് പ്രവേശിക്കാം. ഇപ്പൊ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ല, അതുകൊണ്ടാണ് സ്വർഗ്ഗകവാടം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അതെന്താ ജീവന്റെ പുസ്തകത്തിന്റെ പേരില്ലാത്തത്? ഞാൻ 106 ദിവസവും ഉപവസിക്കുമായിരുന്നല്ലോ, നോയമ്പെടുക്കുമായിരുന്നല്ലോ, ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുമായിരുന്നല്ലോ, മുഴുവൻ കുമ്പിടിയുമായിരുന്നല്ലോ. ഞാൻ ഒരുപാട് പള്ളികളുടെ കുരിശടികൾ പുതുക്കപ്പെടുന്നല്ലോ, ഒരുപാട് പള്ളികളും പണിതല്ലോ, ഒരുപാട് ദരിദ്രന്മാർക്ക് ഭവനം ഉണ്ടാക്കി കൊടുത്തല്ലോ. അപ്പൊ മാലാഖ ചിരിച്ചോണ്ട് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ തന്നെയാ ചെയ്തെന്ന് അറിയാൻ വേണ്ടി അവിടെയൊക്കെ നിങ്ങളുടെ പേരെഴുതി വെച്ചായിരുന്നു? ഓ, എഴുതിയായിരുന്നു. ഡൊണേറ്റഡ് ബൈ ഫാദർ തോമസ്, കോൺട്രിബ്യൂട്ടർ, എല്ലായിടത്തും എന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ മാലാഖ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇതാ കുഴപ്പം, ഒന്നുകിൽ അവിടെ പേരെഴുതും, അല്ലേ ഇവിടെ പേരെഴുതും, രണ്ടിടത്തോട് എഴുത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ നിങ്ങൾ കേൾക്കണ്ട, ഞാൻ ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ, സ്വർഗ്ഗകവാടം നിഷേധിക്കാൻ മാത്രം ഒരു പാവം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഈ ഒച്ചയും വിവരം കിട്ടും. പത്രോസ്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ കൈവശമുള്ള പത്രോസ് ഇറങ്ങി വന്നു. എന്താണ് വിഷയം അവതരിപ്പിച്ചു. പറഞ്ഞു, ശരിയാ, നീ പാപമൊന്നും ചെയ്തില്ല എന്ന് നിനക്ക് തോന്നുന്നു, പക്ഷേ നീ ഒരു കൊലപാതകം ചെയ്തവൻ. കൊലപാതകം ഞാനോ? നീ ഓർക്കുന്നില്ലേ പണ്ട് ആ വർഗീയ ഇടക്കിടയിൽ ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടത്? അയ്യോ, ഞാനല്ല കൊന്നത്, മുസ്ലിങ്ങളല്ലേ കൊന്നത്, മുസ്ലിങ്ങളെ കൊന്നത്. പക്ഷേ നീ അത് ചെയ്തത് നീതിപൂർവമാണെന്ന് തോന്നുന്നുണ്ടോ? നീ അവനെ കാണിച്ചു കൊടുത്തത് നീതിയുക്തമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ നീതി നിഷേധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സത്യം പറയില്ല ചെയ്തത്, ഞാൻ സത്യം പറയണമെന്നാണോ ചോദിച്ചു. നീതിബോധം നിനക്കാണോ? നീതിബോധം എന്താണ് നീതി എന്ന് നിനക്കറിയാവോ? ഓരോ മനുഷ്യനും അതാത് സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മയും തിന്മയും നോക്കിയാണ് നീതിയെ വ്യാഖ്യാനിക്കേണ്ടത്. നിന്റെ ആ പ്രവൃത്തിയിലൂടെ തിന്മ കടന്നു വന്നൊരു പാവപ്പെട്ട വൃദ്ധ ബ്രാഹ്മണവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. നീ നീതി നിഷേധിച്ചു അവന്, അവിടെ നിനക്ക് സ്വർഗരാജ്യം നിഷിദ്ധമാണ്. സ്വർഗ്ഗകവാടത്തിന്റെ വാതിൽക്കോട്ടി അടച്ചിട്ട് ഒരു അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ട, ഇതാണ് നീതി, ദൈവത്തിന്റെ നീതി. നമ്മൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമല്ല പലപ്പോഴും നീതിക്കും സ്വർഗരാജ്യത്തിനും ദൈവരാജ്യത്തിനും ഒക്കെ ഉള്ളത്. നമ്മൾ വിചാരിക്കും പലപ്പോഴും ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാ എന്ന്. അല്ല, ദൈവരാജ്യം വേറെ, സ്വർഗരാജ്യം വേറെ. ദൈവരാജ്യം സ്വന്തമാക്കിയുള്ളവർക്ക് എങ്ങനെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാം എന്ന് വ്യക്തമായിട്ട് മത്തായിയുടെ 5, 6, 7 അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗത്തിൽ നിന്ന് വായിക്കുന്നു. ദൈവരാജ്യം സ്വന്തമാക്കിയവർക്ക് എങ്ങനെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാം. അപ്പൊ എന്താ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം, എന്നാ വ്യത്യാസം? ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന നീതിക്കും സമാധാനത്തിനും നമ്മുടെ മാനസികാവസ്ഥയ്ക്കുമാണ് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അതല്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നത് അവിടെ നല്ല മത്സ്യത്തെയും ചീത്ത മത്സ്യത്തെയും പിടിച്ച വലയ്ക്ക് തുല്യം. അങ്ങനെ പലതും പറയുന്നല്ലേ, നല്ലതും ചീത്തതും ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. എന്തോ നഷ്ടപ്പെടുത്തി കളയാനുള്ള, വലിച്ചെറിയാനുള്ള സാധനങ്ങൾ കൂടി കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. അത് മരണത്തിന് ശേഷം കിട്ടുന്ന. ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമി നമുക്ക് അനുഭവമാകുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ദൈവരാജ്യം സ്വന്തമാക്കിയവർക്ക് സ്വർഗരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്ന് കർത്താവ് വ്യക്തമായി പറയുന്നു മലയിലെ പ്രഭാഷണത്തിൽ. അവിടെ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്ക് മാത്രമുള്ളതാണ്. സ്വർഗരാജ്യം അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് പറഞ്ഞ അതിനെ ഭേദഗതി ചെയ്ത് പറയാൻ, അതിനെ മാറ്റം വരുത്തി പറയാൻ നീ ആര്? ദൈവം പറഞ്ഞിരിക്കുക വ്യക്തമായിട്ട്, അത്രയേ ഉള്ളൂ. ആത്മാവിൽ ദരിദ്രർ. ആ വാക്ക് ഒരുപാട് ദരിദ്രിച്ചു, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. ഞാനൊരു കത്തോലിക്കനായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഓർത്തഡോക്സിലേക്ക് വന്നത്. ഈ ആത്മാവിന്റെ ദാരിദ്ര്യം നമ്മുടെ ഭൗതികമായ ദാരിദ്ര്യമാണെന്ന് വിചാരിച്ചിട്ട് പലരും സന്യാസ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി. ഫ്രാൻസിസ് സേവറെ പോലുള്ള ചില പ്രഭുകുമാരന്മാര് എല്ലാം ത്യജിച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങി. കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ എല്ലാ അച്ഛന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ അതാണോ ദാരിദ്ര്യം? അവിടെ നമ്മുടെ വിവർത്തനത്തിന് വന്നൊരു ചെറിയ പിശകാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റി സംഭവിച്ചൊരു തെറ്റാണ്. ബൈബിൾ എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മളതിന്റെ വാച്യാർത്ഥത്തിൽ കിടക്കേണ്ട സാധനമല്ല. പരിശുദ്ധാത്മാവിന്റെ തെറ്റുകൂടാവരവും മനുഷ്യന്റെ തെറ്റും കലർന്നതാണ്, കൂടിക്കലർന്നതാണ് ബൈബിൾ. ആത്മാവെന്നല്ലായിരുന്നു അവിടെ പറയുന്നത്. ഇതിനെക്കാട്ടിലും ബൈബിളിനെ പറ്റി പഠിച്ചിട്ടുള്ള അച്ഛന്മാരോടുണ്ട്.
തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തി പറയും. പിന്നീട് ആത്മാവെന്ന് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിച്ചേ. ലോകം മുഴുവനുള്ള 198 കോടി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരേ ഒരു ബൈബിളാണ്, ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ. ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വ്യക്തമായിട്ട്, ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് ഫോർ theirs is the kingdom of heaven. പൂർ ഇൻ സ്പിരിറ്റ്, നോട്ട് ഇൻ സോൾ. സോള ആത്മാവ്, സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് ഇൻമെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. ശവക്കുഴി വരെ മാത്രം നമ്മളെ അനുഗമിക്കുന്ന ബോഡി, നമ്മുടെ ശരീരഭാഗം. സോളെന്ന് പറഞ്ഞാലോ, സോളെന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തിനപ്പുറം നിത്യജീവനിലേക്ക് കിടക്കുന്ന, അല്ലെങ്കിൽ നിത്യമായ നാശത്തിലേക്ക് കിടക്കുന്ന നമ്മുടെ ശരീരമാണ്. ഓരോ വ്യക്തിക്ക് 4 ശരീരാവസ്ഥയുണ്ട്. ഒന്ന് നമ്മൾ കാണുന്ന പ്രത്യക്ഷ ശരീരം, 2 ആത്മീയ ശരീരം, 3 മാനസിക ശരീരം, 4 സാമൂഹ്യ ശരീരം. ഈ 4 ശരീരങ്ങളുടെയും യഥോചിതമായ വളർച്ച, അതാണ് നമ്മുടെ മക്കൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ വിടാത്തത് അവര് ഭൗതികമായ നേട്ടം നേടട്ടെ, ആത്മീയത പഠിച്ചിട്ടുണ്ട കാര്യം സൺഡേ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് നമ്മുടെ ഓർത്തഡോക്സ് സഭ പ്രത്യേകിച്ച് യാതൊരു അംഗീകാരം കൊടുക്കാറില്ല. ഒരു കോളേജുകളിൽ പോലും സൺഡേ സ്കൂൾ പൂർണ്ണമായിട്ട് പഠിക്കുകയും മാർക്ക് കിട്ടുകയും ചെയ്ത കുട്ടികൾക്ക് അഡീഷണൽ മാർക്കൊന്നും കൊടുക്കാറില്ല. കത്തോലിക്ക സഭ കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മുടെ സഭ അങ്ങനെ ഒരു ഉപകാരം ചെയ്യാറില്ല. പിന്നെ എന്തിനാ അവരുടെ സൺഡേ സ്കൂളിൽ വിടുന്നത്? അതിന്റെ ആവശ്യമില്ല, അതൊരു നഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് പലരും സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാതെ സെക്യുലർ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു. അപ്പൊ സംഭവിക്കുന്ന ശാരീരിക വളർച്ച, ബുദ്ധി വളർച്ച കൂടും. നമുക്കറിയാം, ഒരു മേശയുടെ 4 കാല് പോലെയാ ഈ 4 ശാരീരികാവസ്ഥയെന്ന് വിചാരിക്കുക. ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും ബൗദ്ധിക വളർച്ചയും സാമൂഹിക വളർച്ചയും, ഇത് 4 മേശയുടെ 4 കാലുകളാണ്. ഏതെങ്കിലും ഒരു കാല് മാത്രം വളർത്തിയാൽ മറ്റേ 3 കാലും ആടും. ഏതെങ്കിലും ഒരു കാലിന്റെ നീളം കുറച്ചാൽ അപ്പോഴും ബാക്കി 3 കാലും ആടും. ഇത് നമ്മുടെ ഓർത്തിരിക്കുക. ഞാൻ തിരുക്കുടുംബത്തിലെ 2ാമത്തെ വ്യക്തിയുടെ അടുത്തേക്ക് പോവുക. പരിശുദ്ധിയായ മറിയം. നസ്രത്തിലെ അമ്മ പരിശുദ്ധിയായിരുന്നു. അമ്മയുടെ അല്ലെങ്കിൽ മറിയത്തിന്റെ ജീവിത രീതിയെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നു, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ. മരിയയുടെ ജീവിത ശൈലിയും പറഞ്ഞ് വലിയ പഠന ക്രമങ്ങളൊക്കെ തന്നെ സഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവർ പറയുന്നത്, മറിയത്തിന്റെ പ്രത്യേകതകൾ പറയുന്ന, ആദ്യമേ വചനം സ്വീകരിച്ചവളാണ് മറിയം. വചനത്തെ സ്വീകരിച്ചു, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുള്ള വിനയപ്രകടനത്തിലൂടെ ആ വചനത്തെ സ്വീകരിച്ചവൾ, വചനത്തെ പങ്കുവെച്ചവൾ. അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ എലീശയുടെ ഭവനത്തിലേക്ക് കൂടിയാണ്. അവിടെ ചെന്ന് വചനഭാഗങ്ങളാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. 3ാമത്തെ പ്രത്യേകത, വചനം അനുസരിക്കുവാൻ മറ്റുള്ളവരെ നിർബന്ധിച്ചവരാണ്. മറ്റുള്ളവരെ നിർബന്ധിക്കുന്നു, വചനം അനുസരിക്കുക. എന്റെ മകൻ പറയുന്ന പോലെ ചെയ്യുക. കാനായിലെ കല്യാണത്തിനാണ്. 4ാമത്തെ മറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാളിത്യമാണ്. നമ്മൾ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത തന്നെ ഈ ലാളിത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഴികളുപ്പച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ഞാൻ ബോധ്യം വരികയും ചെയ്ത കാര്യമാണ് ഈ ലാളിത്യം. എല്ലാ സുഹൃത പുണ്യങ്ങളും കൊണ്ട് കൊരുത്തെടുത്ത ജപമാല ചരടാണ് ലാളിത്യം, എളിമ. അതിൽ സമ്പന്നമാണ് നിങ്ങളുടെ കുടുംബം. നിങ്ങൾക്ക് അഭിമാനിക്കാം. കുഴികളുപ്പച്ചനെ പോലെ ജിനേഷത്തിനെ പോലുള്ള അച്ഛന്മാരാൽ സമ്പന്നമായ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അംഗമായി തീരുവാൻ നിങ്ങൾ കഴിഞ്ഞതിന് നിങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുക, ഓർക്കുക, നന്ദി പറയുക. പരിശുദ്ധിയായ കന്യകാമറിയം. അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്, ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ പോലും അവൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല. കാലിത്തൊഴുത്ത് മുതൽ കാനായിലൂടെ, കാൽവരിയിലൂടെ അവൾ പുത്രന്റെ പാതകളെ പിൻചൊല്ലി നടന്നവളാണ്. ഈ സകലത്തിന് നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴും, യേശുവിന് വിശന്നപ്പോഴും ഉയർത്തപ്പോഴും, അവൻ ഒറ്റപ്പെട്ടപ്പോഴും ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും അവൾ ആരെയും പഴിച്ചില്ല. തന്റെ ദുഃഖം ഷെയർ ചെയ്യാൻ ആരെയും ക്ഷണിച്ചുമില്ല. ഒരു കൈയിൽ കൊടുവാളും മറുപടിയിൽ ഇസ്ഹാക്കിനെ കൊണ്ട് മോറിയ മലമുകളിലേക്ക് പോയ അബ്രഹാം പിതാവിന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടതുപോലെ കാൽവരി മലമുകളിലേക്ക് കടന്ന തന്റെ പുത്രന്റെ യാതനാപൂർണമായ യാത്രയിൽ ദൈവം ഇടപെടും എന്നവൾ ഒരു പക്ഷേ വ്യാമോഹിച്ചിരിക്കാം. അവൾ പ്രതീക്ഷയോടെ പലപ്പോഴും സ്വർഗത്തിലേക്ക് അണുകീർത്തി നോക്കിയിരിക്കാം. തന്റെ പുത്രന്റെ ആ ദുർബലമായ കൈവളയിൽ ആദ്യത്തെ ആണി അടിച്ചു കയറ്റുമ്പോഴും, അതിൽ നിന്നും ചുടുചോര പ്രഭവിക്കുമ്പോഴും, ഏറ്റവും മടിയിൽ ചേതനയേറ്റ പുത്രന്റെ ശവശരീരം തന്നെ മടിയിൽ കിടത്തി അവന്റെ കരുണാർദ്രമായ കണ്ണുകൾ തിരുമി അടയ്ക്കുമ്പോഴും, അവന്റെ ശരീരത്തിന് ആകമാനം പൊതിഞ്ഞിരുന്ന ആ വ്രണങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന രക്തവും അതിൽ ഒട്ടിപ്പിടിച്ചിരുന്ന മണ്ണും തിരുമി മാറ്റുമ്പോഴും അവൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ഒരു നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇങ്ങനെ കുറ്റപ്പെടുത്തലില്ലാത്ത, ഏത് ഏകാന്തതയിലും ഒറ്റപ്പെടലിലും നിശബ്ദത പാലിച്ച ഒരു വലിയ മാതൃകാരക്രമം. അതാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എൻ്റെ ജീവിതത്തിലെ
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നാവ് വളച്ചിട്ടുള്ളത് കുറ്റപ്പെടുത്താൻ. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ അപ്പനെയാണ്. എൻ്റെ അപ്പനെ കുറ്റപ്പെടുത്താൻ കാരണം കൊണ്ടോടി കുടുംബത്തിൽ ഏതാണ്ട് ഇട്ടിരിക്കുന്നവർക്കറിയാം, ആദ്യമേ സർക്കാർ ജോലി കിട്ടിയ ആളാണ് എൻ്റെ അപ്പൻ. വനമേഖലയിലാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി. മറയൂരും അതുപോലുള്ള വിദൂരതയുള്ള സ്ഥലത്ത്, ചന്ദനവും ആനക്കൊമ്പൊക്കെ സുലഭമായ സ്ഥലത്താണ് അപ്പൻ ജോലി ചെയ്തത്. അപ്പൻ്റെ ഒപ്പം സർവീസിൽ കയറിയവരെല്ലാം ആനക്കൊമ്പ് മുട്ടിച്ചു, ചന്ദനം മുറിച്ചുകൊണ്ട് പോകുന്നു. 2-3 നിലയുള്ള വീട് വെച്ച്. ഞങ്ങളുടെ വീട് മാത്രം അന്നും ഇന്നും ഒറ്റ നില. ഞങ്ങളുടെ കുടുംബത്തിലെ 1-2 പേർക്ക് വേണ്ടി ഇതിനിടയ്ക്ക് അപ്പൻ ജാമ്യം നിന്നു. അവർ പൈസ അടച്ചില്ല. ബിസിനസിന്റെ ഏറ്റക്കുറച്ചിലുള്ള സമയത്ത് പൈസ അടയ്ക്കാൻ വിട്ടുപോകാവാം, ഇല്ലാതെ വന്നതാവാം. ആ സമയത്ത് സാലറി കോരി വന്നു. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ അത്താഴത്തിനും പ്രഭാതത്തിനും 4-5 കൂട്ടം കറിയുള്ളത് 1 കൂട്ടം കറിയും 2 കൂട്ടം കറിയും, ഒരു കറി തന്നെ 2 നേരമൊക്കെ ആയിട്ട് വിളമ്പാൻ തുടങ്ങി. ഞാൻ രഹസ്യമായിട്ടിരുന്ന അപ്പനെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിച്ചു. അമ്മയെ വിളിച്ച് പരസ്യമായിട്ട് ഞാൻ അടികിട്ടും. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് പറഞ്ഞത്. കേൾക്കാവോ? ഇല്ല. ഞാൻ എൻ്റെ അപ്പനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കേൾക്കാവോ? ഞാൻ പെട്ടെന്ന് നിർത്തണ്ടേ? ഒന്നുകിൽ അവിടെ കേൾക്കും, അല്ല ഞാൻ നിർത്തേണ്ടി വരും. അല്ലേ? കുഴപ്പമില്ല. ഞാൻ എൻ്റെ അപ്പനെ കണ്ടമാനം കുറ്റപ്പെടുത്തി. എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അപ്പന് ജീവിക്കാൻ അറിയത്തില്ലാത്ത വിഡ്ഢി. ഇയാൾ എന്തിനാ ഈ 5 മക്കളെ ഉണ്ടാക്കിയത്? ന്യായമായ രീതിയിൽ ജീവിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഉണ്ടാപ്പിടിയും കൊന്നാ പോരായിരുന്നു. ഇങ്ങനെല്ലാം പറയുക, ചുമ്മാ അങ്ങ് പറയുക. അപ്പൊ കേട്ടനും വിചാരിച്ച് ശരിയാണല്ലോ, പുള്ളിക്ക് വേണം ഇച്ചോടൊക്കെ പൈസ ഉണ്ടാക്കാറ്, എന്തിനാ നമ്മളെ കഷ്ടപ്പെടുന്നത്?